കർത്താവിനാലേറെ സ്നേഹമുള്ളവരെ, വചനവയലിലെ ഈ പ്രഭാതത്തിൽ നാം ധ്യാനിക്കുന്ന വേദഭാഗം ലേവ്യ പുസ്തകം 23 അധ്യായം 40 മുതലുള്ള തിരുവചനങ്ങൾ. കർത്താവ് മോശയോട് അരുളിച്ചെയ്തു, ഇസ്രായേൽ ജനത്തോട് പറയുക, 7-ാം മാസം 15-ാം ദിവസം മുതൽ 7 ദിവസത്തേക്ക് കർത്താവിൻ്റെ കൂടാരത്തിരുന്നാളാണ്. 1-ാം ദിവസം ഭംഗിയുള്ള പഴങ്ങളും ഈന്തപ്പന ഓലയും ഇലതൂർന്ന ചില്ലകളും ആറ്റരളി കൊമ്പുകളും എടുക്കണം. നിങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ സന്നിധിയിൽ 7 ദിവസം നിങ്ങൾ സന്തോഷിച്ച് ആഹ്ലാദിക്കണം. 7 ദിവസത്തേക്ക് നിങ്ങൾ കൂടാരങ്ങളിൽ വസിക്കണം. ഈജിപ്റ്റ് ദേശത്ത് നിന്ന് ഞാൻ ഇസ്രായേൽ ജനത്തെ കൊണ്ടുവന്നപ്പോൾ അവർ കൂടാരങ്ങളിലാണ് വസിച്ചത് എന്ന് നിങ്ങളുടെ സന്തതി പരമ്പര അറിയുവാൻ ഇസ്രായേൽക്കാരെല്ലാവരും കൂടാരങ്ങളിൽ വസിക്കണം. ഞാനാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ്. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന ചില സൂചനകൾ നമുക്കിവിടെ നിന്ന് വളരെ പ്രധാനമായി കാണാൻ സാധിക്കും. 7-ാം മാസം 15-ാം ദിവസം മുതൽ കൂടാരത്തിരുന്നാൾ 7 ദിവസത്തേക്കുള്ള ഒരു തിരുനാളായിട്ടാണ് കൂടാരത്തിരുന്നാൾ ആഘോഷിക്കുന്നത്. ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഇസ്രായേൽ ജനം വീടുകളിൽ നിന്ന് മാറി കൂടാരങ്ങളടിച്ച് കൂടാരങ്ങളിലാണ് വസിക്കേണ്ടത്. എന്തിനാണ് കൂടാരങ്ങളിൽ വസിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ഒരു പഴയ ചരിത്രം ഓർമ്മിക്കപ്പെടുന്നതിന് വേണ്ടിയിട്ടാണ്. അതായത്, ഈജിപ്തിൻ്റെ അടിമത്തത്തിലായിരുന്നപ്പോൾ നാം എല്ലാവരും കൂടാരങ്ങളിലാണ് വസിച്ചത്. ഈജിപ്റ്റ് ദേശത്തു നിന്ന് ഇസ്രായേൽ ജനത്തെ കൊണ്ടുവരുന്ന വഴിയാത്രകളിലുടനീളം അവർ കൂടാരങ്ങളിലാണ് വസിച്ചത്. അപ്പോൾ ആ ഒരു ഓർമ്മ നിലനിർത്തുവാനും കൂടാരങ്ങളിൽ നിന്ന് നല്ല വീടുകളിലേക്കുള്ള അവരുടെ മാറ്റം, അത് ദൈവത്തിൻ്റെ വലിയൊരു പ്രവൃത്തിയാണെന്നും ദൈവത്തോടുള്ള നമ്മുടെ കൃതജ്ഞത നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല എന്നുമുള്ള ചില സൂചനകളൊക്കെ നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഈ കൂടാരങ്ങൾ സൂചിപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ദൈവ പരിപാലനയുടെ ഇടങ്ങളായിട്ടാണ്, ദൈവ സാന്നിധ്യത്തിൻ്റെ ഇടങ്ങളായിട്ടാണ്. മരുഭൂമിയിൽ നീണ്ടുകിടക്കുന്ന മണലാരണ്യത്തിൽ ചുട്ടുപഴുത്ത ഉദയസൂര്യനും അസ്തമയ സൂര്യനും ഇടയിലുള്ള സമയങ്ങളിൽ അവർ അവരുടെ ജീവിതത്തെ വളരെ തപത്തോടുകൂടിയാണ് കണ്ടിരുന്നിട്ടുണ്ടാവുക. എന്നാൽ ആ ദിവസങ്ങളിലൊക്കെ ചുട്ടുപഴുത്ത മണലാരണ്യങ്ങളിലും ഒരു മേഘക്കീറുകൊണ്ട് കൂടാരം തീർത്ത സർവശക്തനായ ദൈവത്തിൻ്റെ കരുണയും പരിപാലനയും അവരവരുടെ തലമുറകളിൽ നിന്നും സന്തതി പരമ്പരകളിൽ നിന്നും ഒന്നും നഷ്ടപ്പെട്ടു വയ്ക്കൂടാ. അങ്ങനെയുള്ള ചില നല്ല ഓർമ്മകളിലാണ്, പ്രത്യേകിച്ച് ആത്മീയതയുടെ ചില ഓർമ്മകൾ നമ്മെ ഒരുപാട് പ്രചോദിപ്പിക്കും, നമ്മളെ ഒരുപാട് ഉത്തേജിപ്പിക്കും. ചില വരണ്ട കാലഘട്ടങ്ങളിൽ നാം നിൽക്കുമ്പോൾ ചില ആത്മീയ ഓർമ്മകൾ നമ്മുടെ ജീവിതത്തിന് എപ്പോഴും ആവശ്യമായിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തെ വളരെ ഫലഭൂയിഷ്ഠമായൊരു തലത്തിലേക്ക് നയിക്കുവാൻ ഇത്തരത്തിലുള്ള ചില സമീപനങ്ങൾ നല്ലതാണ്. പഴയ കാലത്ത് നാം ജീവിച്ചിരുന്ന അതേ തലത്തിലേക്ക് നാം കടന്നു പോവുക. അതുകൊണ്ട് ആ ഒരു നിഷ്കളങ്കതയിലേക്ക്, ഒരു ആദിമ നിഷ്കളങ്കതയിലേക്ക് തിരിച്ചു പോകാനുള്ളൊരു വിളി എപ്പോഴും വചനം നമുക്ക് നൽകുന്നുണ്ട്. നഷ്ടപ്പെട്ടു പോയ നമ്മുടെ ജീവിതത്തിൻ്റെ എളിമയും ദൈവബോധവും ദൈവ സഹായത്തോടുള്ള നമ്മുടെ അഭ്യർത്ഥനയുമൊക്കെ പലപ്പോഴും ചില കാലയളവുകളിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ തിരികെ പിടിക്കാനുള്ളൊരു സമയമാണ് ഈ കൂടാരത്തിരുന്നാൾ. മാത്രമല്ല, ഈ തിരുനാളിൻ്റെ ആദ്യത്തെ ദിവസം ഈന്തപ്പനയുടെ കൈകളും അരുളിയുടെ ഇലകളുമൊക്കെ എടുത്ത് അങ്ങനെ വളരെ ആഘോഷത്തോടു കൂടിയാണ് പിന്നീട് ആ ഒരു തിരുനാളാണ് ഹോസാന തിരുനാളായി രൂപാന്തരപ്പെട്ടത് നമുക്ക് കാണാൻ സാധിക്കും. ആ വിശുദ്ധവാരത്തിൻ്റെ ആദ്യത്തെ ദിവസം ആചരിക്കുന്ന ആ ഓശാന തിരുനാൾ അല്ലെങ്കിൽ കുരുത്തോല പെരുന്നാൾ, അത് നമ്മുടെ ജീവിതത്തിൻ്റെ നൈർമല്യത്തിൻ്റെയും നമ്മുടെ സമർപ്പണത്തിൻ്റെയും ദൈവം നമ്മെ അനുഗ്രഹിച്ച ഭൗതിക അനുഗ്രഹങ്ങളുടെയും ഒക്കെ ഒരു നേർക്കാഴ്ചയും സമർപ്പണ മനോഭാവമൊക്കെയാണ് നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുക. അപ്പോൾ ആ ഒരു ആദ്യ നൈർമല്യതയിലേക്ക് തിരികെ പോകുവാൻ വചനം എപ്പോഴും നമ്മെ ക്ഷണിക്കുന്നു. കർത്താവ് നമ്മുടെ ദിവസത്തെ അനുഗ്രഹിക്കട്ടെ. സ്നേഹപൂർവ്വം, ആദർശം.